മോദിയുടെ ഗ്യാരണ്ടി 24,82,00,000 ജനങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി എന്നുള്ളതാണ് പുതിയ രേഖകൾ സൂചിപ്പിക്കുന്നത്. 2013-14 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2022-23 കാലഘട്ടം വരെയുള്ള ഒരു കണക്ക് പ്രകാരം ഇത്രയും ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി എന്നുള്ളതും. രണ്ടാമത്തെ കാര്യം, ദാരിദ്ര്യത്തിൻ്റെ നിരക്ക് രാജ്യത്തിൽ ഭയങ്കരമായി കുറഞ്ഞു. നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത് 2014 അപ്പോൾ 2013-2014 കാലഘട്ടത്തിലെ ദാരിദ്ര്യ രേഖാ നിരക്ക് 29% അധികമായിരുന്നു. അവിടെ നിന്ന് 2022-23 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് കണക്കെടുക്കുമ്പോൾ കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് 11.28% നമ്മുടെ രാജ്യത്തിലെ ദാരിദ്ര്യരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മോദിയുടെ ഗ്യാരണ്ടി ആ വാചകത്തിനോട് 100% കൂറു പുലർത്തുന്നില്ലേ ഇത്രയും നാളത്തെ അദ്ദേഹത്തിന്റെ ഭരണം എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അല്ലേ? നമുക്ക് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നീതി ആയോഗിന്റെ ഇന്നലെ വന്ന റിപ്പോർട്ട്, നീതി ആയോഗാണ്. അതെ, നീതി ആയോഗാണ്. സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം കേരള നമ്പർ 1 എന്ന് പറയുന്ന നീതി ആയോഗ് റിപ്പോർട്ടാണ് സഖാക്കൾ എല്ലാവരും ഷെയർ ചെയ്യുന്നതും സഖാക്കൾ തന്നെ പറയുന്നു. അപ്പം നീതി ആയോഗിന്റെ റിപ്പോർട്ട് എന്തായാലും നമ്മൾ സമ്മതിക്കുന്നു. മോദി മാജിക്, ആ മോദി മാജിക്കിന്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കേരളമല്ല, എന്തായാലും ഇപ്പൊ പറഞ്ഞ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ നോർത്ത് ഇന്ത്യയാണ്. യു പി ആണ് ഏറ്റവും കൂടുതൽ. മധ്യപ്രദേശുണ്ട്, ബീഹാറുണ്ട്, രാജസ്ഥാനുണ്ട്. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും മോദി എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തിന് മാത്രമല്ല വോട്ട് ചെയ്ത്, അദ്ദേഹം ചെയ്ത ഇത്തരം കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹത്തിന് വോട്ടായി മാറിയതെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം ഈ നീതി ആയോഗിന്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, 5 കോടി കൂടുതൽ ഉത്തർപ്രദേശിലെ ആൾക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടി. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് കാണാം 2.77 ലക്ഷം പേര്. അതെ, അത്രയും പേര് നമ്മുടെ കേരളത്തിലും ദാരിദ്ര്യത്തിൽ. അതും ഈ പറയുന്ന പോലെ മോദി വന്ന് 2 വർഷം കഴിഞ്ഞ് പിന്നെ പിണറായി ഭരണത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ ഇതിനിടയിലൊക്കെ ഇത്രയും ദാരിദ്ര്യരായ ആൾക്കാർ, ലക്ഷങ്ങളോളം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും പൊങ്ങി വന്നു എന്ന് പറയുമ്പോൾ ലോകാത്ഭുതങ്ങൾ. പിന്നെ ഇവിടെ 2% താഴെ 2% അറൗണ്ട് ഉണ്ടായിരുന്നത് 21 ആയപ്പം 0.77%. ആ 0.77 പിന്നെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 0.48%. അതാണ് മൊത്തത്തിൽ വരുന്ന ഇപ്പോഴത്തെ ഒരു ആയി പോണ 2.77 ലക്ഷം ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കിയത്. ഇപ്പൊ ഇതൊരു 12 ഘടകങ്ങളാണ് ഇത് അനലൈസ് ചെയ്യുന്ന ഒരു രീതി. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുടെ ഒരു ആസ്തി നോക്കണം, അതുപോലെ പാർപ്പിടം, നമ്മൾ താമസിക്കുന്ന വീടും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കണം. വീടില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. വൈദ്യുതി വല്ലാത്തൊരു ഘടകമാണ്. വൈദ്യുതി എന്ന് പറയുമ്പോൾ മോദി വന്നതിന് ശേഷം വൈദ്യുതി വൽക്കരിച്ച വീടുകളും കുടുംബങ്ങളും ഒക്കെ ഒരുപാട് കൂടിയതിൻ്റെ രേഖകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഗ്യാസ്, പാചക ഇന്ധനം. അതെ, അപ്പോൾ അത് ഈ പറയുന്ന പോലെ വിറക് ഊതിക്കൊണ്ടിരുന്ന സ്ത്രീകളിൽ നിന്നും ഗ്യാസിലേക്ക് എത്തുന്ന, കഴിഞ്ഞ ദിവസം കൂടി കണ്ടു അവസാനത്തെ ഗ്യാസ് കണക്ഷൻ കിട്ടിയ ആളെ വരെ പ്രധാനമന്ത്രി കാണാൻ പോയതും. അതെ, എല്ലാ വാർത്തകളും നിറഞ്ഞു എന്നൊരു ഘടകമായിരുന്നു. അല്ല, ഈ പാചകവാതകം പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യവും കൂടെ പറയാൻ പറ്റുന്നുണ്ട്. ഈ പാചകവാതകത്തിന്റെ ഈ ഒരു ലഭ്യത അധികമാക്കുന്നതോടുകൂടി അവിടെ ഉണ്ടാവുന്ന കുറെ ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റി. ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതടക്കം ഒരുപാട്. പിന്നെ ഇവർക്ക് വിറക് ശേഖരിക്കാൻ പോകുന്ന സമയം, ഞാൻ പറയുന്നത് ഇവിടുത്തെ കേരളത്തിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് വിറകും കാശ് കൊടുത്ത് മേടിക്കുന്നവരൊന്നുമല്ല. അവിടെ വിറക് ശേഖരിച്ച് കത്തിക്കുന്ന ആൾക്കാരിൽ നിന്ന് അവർക്ക് അവരുടെ സമയം ഒരുപാട് ലാഭം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എക്കണോമിയെ തന്നെയാണ് ശരിക്കും പിന്നെ അഫക്റ്റ് ചെയ്യുന്നത്. അവരുടെ എക്കണോമിയാണ് രാജ്യത്തിന്റെ എക്കണോമി. അതെ, അതുപോലെ കുടിവെള്ളം. ഇപ്പോൾ മധ്യപ്രദേശിന്റെ ചർച്ചാവേളയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ പരസ്യം തന്നെ ഒരു കുട്ടി വെള്ളം പിടിക്കേണ്ട, എനിക്ക് നേരെ സ്കൂളിൽ വന്നാൽ മതി, കാരണം വീടിൻ്റെ മുറ്റത്ത് പൈപ്പ് വരുന്നു എന്നുള്ളത്. നമ്മളിവിടെ കേരളത്തിൽ തന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കുറവാണ് എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ കുഴൽക്കിണർ കുത്തുന്ന സ്ഥലവും കേരളമാണ്. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വളരെ പ്രശ്നമാണ്. അവിടെ അങ്ങനെയല്ല, ഒരു ഏരിയയിൽ പോലും വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് അവിടുന്ന് പൈപ്പ് വഴിയും മറ്റ് സംവിധാനങ്ങളും വെച്ച് വെള്ളം എത്തുന്നു. കേരളത്തിലും ജലജീവൻ മിഷൻ വഴി 17 ലക്ഷം വീടുകളിൽ വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഈ പാർപ്പിടവും വെള്ളവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഈ ദാരിദ്ര്യ ഇൻഡെക്സ്. നമ്മൾ ഇതിന്റെ സൂചിക എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഘടകങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മൾ നോക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ പാർപ്പിടം, വെള്ളം, മെറ്റേണിറ്റി ഹെൽത്ത്, പിന്നെ മറ്റേ ചൈൽഡ്
ഡെത്ത് റേറ്റ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു എന്താ പറയുക, ഒരു വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 55.58% പേർക്ക് ഇല്ലാതിരുന്നത് ഇപ്പൊ 3 സംതിങ് ആയി. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹം വിദേശത്താണ്, അമേരിക്കയിലാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ UPI സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല. അപ്പോൾ അത്രത്തോളം നമ്മൾ സുതാര്യമായ പ്രവർത്തനങ്ങൾ, ബാങ്കിങ് വഴിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ ചെറിയ സ്ഥലത്ത് പോലും. ആദ്യം ഈ നോട്ട് നിരോധനം വന്നപ്പോഴും ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ വരണ സമയത്ത് ATM സ്വൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ പറഞ്ഞു ഇത് ഭയങ്കര പ്രശ്നമാവും, അതാണ് ഡിജിറ്റൽ മണി പ്രായോഗികമല്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ എവിടെയാ നിൽക്കുന്നത്, മീൻ കാരന്റെ അടുത്ത് വരെ UPI സ്കാൻ ചെയ്ത് പൈസ കൊടുക്കണു, പോകുന്നു. അത് വാങ്ങിക്കുന്ന ആളും ഇത് വിൽപ്പന നടത്തുന്ന ആളും തമ്മിലുള്ള ഒരു അവരുടെ ഒരു രണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വരെ വളരെ സിമ്പിളായിട്ട് ഈ പ്രോസസ്സിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും ഇതെല്ലാം ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ ഘടകത്തിലേക്ക് അതായത് അതിനകത്തൊരു ഘടകമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്, അതിന്റെ ഒരു വലിയ വ്യത്യാസമാണല്ലോ നമ്മൾ ഈ കാണുന്നത്. പണ്ട് എത്ര പേർക്ക് ഉണ്ടായിരുന്നു ഈ ബാങ്ക് അക്കൗണ്ട്? ഇപ്പൊ എല്ലാവരും ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ നിർബന്ധിതരാകുന്നു. ഗൂഗിൾ പേ ഒരു ഘടകം തന്നെയാണ്. പണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് വെച്ചിരുന്നവർക്കൊക്കെ ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അവർക്ക് അത്യാവശ്യമായി മാറി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് എല്ലാവർക്കും കൊണ്ടുപോയിട്ട് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടിലും പൈസ ഇടുന്നതല്ലല്ലോ, അവരുടെ ജീവിത രീതിയെ മാറ്റുക. ഇപ്പൊ നമുക്കറിയാം 37% പേർക്കങ്ങാണ്ട് വൈദ്യുതി ഇല്ലാതിരുന്നിടത്തുനിന്ന് ഇപ്പം അതും ഓൾമോസ്റ്റ് 100% എന്ന് പറയാം, എന്നാലും 3% ഇപ്പോഴും അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ 140 കോടി ജനങ്ങൾ. ഇപ്പോൾ ലോകത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്ന ഒരു രാജ്യം, ഒരു വിസ്താരമേറിയ രാജ്യത്തിൻ്റെ ഏതാണ്ട് 28 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക എന്ന് പറയുന്നത് വളരെ പാടുപെട്ട ഒരു ടാസ്ക്കാണ്. ശരിക്കും പറഞ്ഞ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആരോപണങ്ങൾ വരാം, ഒരു സംഭവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രതിഷേധങ്ങൾ വരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടും അതിൻ്റെ അകത്തുനിന്നൊക്കെ കേരളത്തിൽ പക്ഷേ അതല്ല വന്നത്. കേരളത്തിൽ മുഴുവൻ വ്യാജ പ്രചരണങ്ങൾ മാത്രമേ ഉള്ളൂ. 15 ലക്ഷം തരാമെന്ന് മോഡി പറഞ്ഞു അടക്കമുള്ള ഒരുപാട് വ്യാജ പ്രചരണങ്ങളാണ് മോദിക്കെതിരെ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് നമ്മൾ നോർത്ത് ഇന്ത്യ കാണുന്നുണ്ട്. അവരത് വോട്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സംസ്ഥാനങ്ങളിൽ മോദിയെ മാത്രം മുൻനിർത്തി ആണ് ഇപ്രാവശ്യം ഇലക്ഷൻ നടന്നപ്പോൾ അവർ ജയിച്ചു. കാരണം ഈ 2014 മുതൽ ഈ എന്താ പറയുക നമ്മുടെ 2023 വരെ ഉണ്ടായിരുന്ന ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാതെ ഇരുന്നിരുന്ന കാലത്ത് നിന്ന് ഗ്യാസ് ആയാലും വൈദ്യുതി ആയാലും വെള്ളമായാലും ഒക്കെ അവർ മോദിയുടെ മാജിക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിക്ക് ഇത് അറിയായിരിക്കും. എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം തൃശ്ശൂർ വന്ന് വനിതകളുടെ ആ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് മലയാളത്തിൽ തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഊന്നി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞതിന്റെ കൂടെ നരേന്ദ്രമോദി കൊണ്ടുവന്നു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രി പോഷൺ യോജനകള്, അംഗനവാടികൾ വഴി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്, പിന്നെ ഗർഭിണികൾക്ക്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഗർഭിണികളുടെ മരണനിരക്ക് വളരെയധികം നല്ല മരണനിരക്ക് മാത്രമല്ല, ഗർഭിണികളുടെ ആരോഗ്യ പരിപാലനം എല്ലാവർക്കും 5000 രൂപ വെച്ച് കൊടുക്കുന്നത്. അതെ, ഈ പ്രഗ്നന്റാവുമ്പോൾ തന്നെ അവർക്ക് സംരക്ഷണവും അത് അംഗനവാടികൾ ത്രൂ അല്ലെങ്കിൽ അംഗനവാടികളിലെ ടീച്ചർ പിന്നെ ആരോഗ്യ പ്രവർത്തകർ വഴിയൊക്കെ ഓരോ വീടുകളിലും എത്തിയിട്ട് ഇത് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഓരോ വീട്ടിലും ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ അവിടെ വന്ന് അവർ ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പം പുറത്തെ സ്റ്റേറ്റുകളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോൾ ചെന്ന് താമസിച്ചു കഴിഞ്ഞാൽ തന്നെ ഉള്ള ഈ അംഗനവാടിയുടെ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് നമ്മളോട് അന്വേഷിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത് എങ്ങനെയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ വന്നിട്ട് നമ്മളടുത്ത് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഇങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങുന്ന ഇത്രയും വലിയൊരു ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് ഇന്ത്യ പോലൊരു സ്റ്റേറ്റിൽ ഏത് വഴിക്ക് നോക്കിയാലും അത് ഭയങ്കരമായ സംഭവമാണ്. പിന്നൊന്നാണ് നമ്മുടെ ഭക്ഷ്യധാന്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യം വിതരണ സംവിധാനമാണ് ഇന്ത്യയിലെ റേഷനിങ് സംവിധാനം. പിന്നെന്താണ് ഈ സ്കൂളുകളിൽ കൊടുക്കുന്ന ഭക്ഷണം, ഉച്ചഭക്ഷണം, നമ്മൾ അവിടെ പാചകം ചെയ്ത് കൊടുക്കുന്ന ചൂടോടെ കൊടുക്കുന്ന ഫുഡ് ഒരു പോഷകാഹാര പദ്ധതിയാണ് സ്കൂളുകളിൽ നടക്കുന്നത്. ഇതൊക്കെ കോടിക്കണക്കിന് ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ ഉപഭോക്താക്കൾ. ഇതൊക്കെ തന്നെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. പട്ടിണി ഇല്ലാതാക്കുക മാത്രമല്ല, ഒരാരോഗ്യവും ഈ പറയുന്ന ഇത്രയും ഘടകങ്ങൾ ചേർന്നതാണ് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അല്ലാതെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം ഇല്ല എന്നൊരർത്ഥമില്ല. ഇത്രയും ഘടകങ്ങളിൽ ഒരു സർക്കാരിന് ചെയ്യാവുന്നതിന് പറ്റിയ
പദ്ധതികൾ, പ്രൊജക്റ്റുകൾ, ഓരോ തരത്തിലുള്ള അഭിയാനുകളും നമ്മൾ കാണുന്നതാണ്. ഓരോ യോജനകളും നടത്തി ജനങ്ങളിലോട്ട് ആ യോജനകളുടെ പദ്ധതികൾ ടു ബാങ്ക്, ഡയറക്റ്റ് ബെനിഫിഷ്യറി DTB വഴി അവരുടെ കയ്യിലോട്ടാണ് എത്തിക്കുന്നത്. വേറെ നമ്മളൊരു സർക്കാർ ഓഫീസിൽ പോയിട്ട് നിന്ന് ക്യൂ നിന്നും മേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു ലെവലിലോട്ട് എത്തിയത് ഈ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ആ ഒരു സർക്കാരിന്റെ ഇത്രയും വർഷ കാഴ്ചപ്പാടിന്റെ ഒരു ഫലം തന്നെയാണ്. 11.28% ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിലെ ദാരിദ്ര്യ നിരക്ക്. നീതി ആയോഗ് പുറത്തുവിട്ടിട്ടുള്ള ഈ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് ഒരു ഒറ്റ സംഖ്യയിലേക്ക് ചുരുങ്ങും 2024 എന്നുള്ളത്. മോദി മാജിക് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തു വരുന്നത്. ദാരിദ്ര്യമില്ലാത്ത ഒരു ഭാരതത്തിനായി നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്ന വിശ്വാസത്തോടു കൂടി മറ്റു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.